ഞാൻ ഏകദേശം 2 വർഷത്തോളമായി ഇത് നെഷർഫ് ഇവിടെ ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ച ശേഷം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഒരു 1400 കിലോ കിട്ടിയെടുത്ത് ഞാൻ ഈ വർഷം ഒരു 1800 കിലോളം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ വളം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നെൽകൃഷി മേഖലയിൽ. അതുകൊണ്ട് ഇത് നല്ലൊരു ഉൽപ്പന്നമായി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കർഷകരും ഇതിലേക്ക് വരണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇത് ഏത് ഇനത്തിൽപ്പെട്ട നെല്ലാണ്? ഇത് 316. ഇത് ഗുജറാത്തിലുള്ള നമ്മുടെ നെറ്റ്സർഫിന്റെ വളങ്ങളല്ലാതെ വേറൊരു വളങ്ങളും ഇല്ലല്ലോ, ഉപയോഗിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഉപയോഗിച്ചിട്ടില്ല. ഈ ലിക്വിഡ് ആയിട്ട് വളങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചത്. ഇസ്രായേൽ ടെക്നോളജി അത് തന്നെ. തുടങ്ങിയവ ഓക്കെ, 15 ദിവസം കൂടുമ്പോൾ ഉപയോഗിച്ചു. അതിന്റെ ഒരു മാറ്റം അല്ലെ, 1600 കിലോയിൽ നിന്ന് ഒരു 1800 കിലോ 900 വരെ പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ തൂക്കിയിട്ടൊന്നുമില്ലല്ലോ. കൃഷി പറഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ. ഈ പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞാലേ നമുക്ക് കൂടുതൽ കിട്ടുന്ന എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു 1800 നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രാവശ്യം. സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ നിതീഷ് സുള്ളത്തുവേൽ. നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആർളം ഗ്രാമപഞ്ചായത്തിലെ ഒടാക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഏകദേശം 1 ഏക്കറിലധികം വരുന്ന നെൽകൃഷിയിലേക്ക് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ജൈവവളങ്ങൾ ഉപയോഗിച്ച പ്രിയപ്പെട്ട ഒരു പാടശേഖര കമ്മിറ്റി സെക്രട്ടറി കൂടിയായ, കോൺട്രാക്ടർ കൂടിയായ, കൃഷിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സണ്ണി തറപ്പയിൽ സാറിന്റെ തോട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെയുള്ളത് പി കെ ജോസാറാണ്. നമുക്കറിയാം, ഏകദേശം 16 ഏക്കറിലധികം തോട്ടത്തിലേക്ക് കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്നൊരു പുതിയൊരു അതിഥി കൂടിയുണ്ട്. റിട്ടയർഡ് കൃഷി ഓഫീസർ കൂടിയായ പ്രിയപ്പെട്ട പപ്പേട്ടൻ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു നെൽകൃഷിയിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റം ഫീൽ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് നമ്മളൊന്നിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ എല്ലാ കൊല്ലവും എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിലെ 24ലധികം സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്തുകൊണ്ട് ഓർഗാനിക് ഫാമിങ്ങിനെ, ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫ് എന്ന് പറയുന്നത്. അതിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. മൂലകങ്ങൾക്ക് വേണ്ടി NPK, അതുപോലെ തന്നെ വളപ്രയോഗവും സൂക്ഷ്മ മൂലകങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഷേത്ത്, അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടർക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്റ്റിംറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് കൃത്യമായി 15 ദിവസത്തിന്റെ ഇടവേളകളിൽ ഉപയോഗിച്ച ഒരു നെൽകൃഷിയുടെ റിസൾട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കുന്നത്. കാരണം ഇത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് നിങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാർഷിക മേഖലയിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നതിൽ വളരെ തികഞ്ഞ ആത്മസംതൃപ്തിയിലൂടെയാണ് നമ്മൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. നമുക്ക് അതിന്റെ അനുഭവക്കുറിപ്പിലേക്ക് പോകാം. അതുപോലെ തന്നെ ഫംഗസിനെ നേരിടാൻ വേണ്ടിയിട്ടും കീടങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഓൾ പ്രോബ്ലം വൺ സൊല്യൂഷൻ എന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കർഷകരിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ആ ഇസ്രായേലിന്റെ കാർഷിക മേഖലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരടക്കം ഇന്ന് ഇസ്രായേലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. അത്തരത്തിൽ ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 24 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ കമ്പനി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച പ്രിയപ്പെട്ട കർഷകരുടെ അനുഭവം നമുക്ക് നോക്കാം. ആദ്യമായി നമ്മുടെ ജോസേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. കാരണം ഈ മേഖലകളിൽ 200ലധികം കർഷകർക്ക് കൊടുക്കുകയും അതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് കൂടെ നേടിയ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ജോസർ. അദ്ദേഹത്തിന്റെ അനുഭവം നോക്കി, അതോടൊപ്പം ഇത് ഉപയോഗിച്ച സണ്ണി സാറിന്റെയും അതുപോലെ തന്നെ ഇതിലൊരു മാറ്റം കണ്ട് എന്താണ് എന്നുള്ളത് നമ്മൾ റിട്ടയർഡ് കൃഷി ഓഫീസർ നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടിൽ നിന്നുള്ള അനുഭവം നമുക്ക് മനസ്സിലാക്കാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങളുടെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജോസാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അനുഭവം വിവരിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. കണ്ണൂർ ജില്ലയിൽ ആർളം പഞ്ചായത്തിൽ എടൂർ മേഖലയിൽ ഞണ്ടുങ്കണ്ണി എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു സമ്മിശ്ര കർഷകനാണ് ഞാൻ. കഴിഞ്ഞ 50 വർഷക്കാലമായി ഞാൻ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ രാസവളങ്ങളും കീടനാശിനികളാണ് ഉപയോഗിച്ചിരുന്നത് എൻ്റെ പറമ്പിൽ. എന്നാൽ ഈ 2 വർഷങ്ങൾക്ക് ആയിട്ട് ഞാനിപ്പോൾ ഈ ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച് പൂനെയിൽ നിർമ്മിക്കുന്ന നെറ്റ്സർഫ് എന്ന കമ്പനിയുടെ തികച്ചും ഓർഗാനിക്കായ ജൈവവളമാണ് ഞാൻ എൻ്റെ ഈ കൃഷിയിടങ്ങളിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. 16 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഞാൻ എൻ്റെ കൃഷികൾ ചെയ്തു വരുന്നത്. ഈ 2 വർഷമായി എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്നാമത് തന്നെ 5 ലിറ്ററാണ് ഈ സാധനം. 5 ലിറ്റർ 500 ലിറ്റർ വെള്ളത്തിൽ കലക്കാം. അത് ഓരോ കൃഷിക്കും അനുയോജ്യമായ രീതിയിൽ നമ്മൾ അതിന് തെങ്ങിനെ കവുങ്ങിനെ ഓരോ അതിന് അനുപാതികമായ കണക്കുണ്ട്. അത് ഒഴിച്ചാൽ മതി. മണ്ണിൽ അല്പം സ്വല്പം മാറ്റുക, പുല്ലും കരിയില ഉണ്ടാകരുത്.
അത് അവിടെ ഉണ്ടാകുന്ന കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ വീണിട്ട് മാത്രമേ ഉള്ളൂ ഇരിക്കുന്നത്. അതിന് കലക്കി ഒഴിക്കുക. അത് ചെറുതായിട്ടൊന്ന് മൂടിയാൽ നല്ലതാണ്. പിന്നെ ഈർപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് കലക്കി സ്വന്തം ഭാര്യയ്ക്കായാലും നമുക്കായാലും കുടുംബത്തിലെ മക്കൾക്കൊക്കെ ആക്കാനെ പോലും ഇത് കലക്കി ഒഴിക്കാൻ പറ്റുന്ന ചാക്കുംപടി വളം പോലും വാങ്ങേണ്ട കാര്യങ്ങളുമില്ല. എന്ന് തന്നെയല്ല, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്യാനും പറ്റും. എൻ്റെ സിമ്രിച്ച് എന്ന് പറഞ്ഞാൽ മാത്രം സ്പ്രേയും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ 15 ദിവസം കൊണ്ട് നമ്മുടെ കവുങ്ങിൻ്റെ പോലും കൂമ്പ് വളരെ നല്ല കറത്തിരുണ്ട് വരുന്നത് കാണാം. പച്ചക്കറികളാണെങ്കിൽ പോലും എല്ലാ കൃഷികൾക്കും, തെങ്ങിനൊക്കെ കുറച്ചുകൂടെ താമസിക്കുമ്പോൾ വലിയ ഒരു വൃക്ഷമായിവിടും. എന്തായാലും മൊത്തത്തിൽ നല്ല ഒരു ഒരു നല്ല വളർച്ചയാണ്, ആരോഗ്യമാണ്, നല്ല പച്ചപ്പാണ്, നല്ല കായ്കനി, നല്ല വണ്ണം, എല്ലാതും നല്ല നല്ല വണ്ണം കിട്ടാനും നല്ല പിന്നെ പ്രത്യേകിച്ച് ജാതിക്കായൊക്കെ നല്ല തൂക്കങ്ങളൊക്കെ കൂടുതൽ കിട്ടും. ഇപ്പം ഇവിടെ തന്നെ ഇപ്പം നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഈ എൻ്റെ 2 വർഷത്തെ അനുഭവങ്ങൾ മനസ്സിലാക്കി ഞാൻ ആദ്യം തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുന്ന ഘട്ടത്തിലെ ആൾക്കാരുകൾ മറ്റ് കൃഷിക്കാരൻ്റെ അടുത്ത് വന്ന് കണ്ടു. അവർക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ വരുത്തി അങ്ങനെ ആദ്യം കൊടുത്തു. ഇപ്പോൾ ഞാൻ ഒരു 10-20ഓളം ആൾക്കാർക്ക് പിന്നെ ഈ വളം വരുത്തി കൊടുത്തു. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ സണ്ണിക്ക്, അതായത് തറപ്പിൽ സണ്ണി, ഇവിടുത്തെ പാടശേഖര കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം, ഒരു കോൺട്രാക്ടറോട് കൂടിയാണ്. കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്തു. വളരെ നല്ല റിസൾട്ടായിരുന്നു. ഈ കൊല്ലം കുറച്ചും കൂടി അടുക്കും ചെയ്തിട്ട് നല്ല രീതിയിൽ കുറച്ചുകൂടി അതാക്കി മുതൽ ഇദ്ദേഹം അത് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. വളരെ നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും ഈ നെറ്റ്സർഫിൻ്റെ വളം എല്ലാ കൃഷികളും, ഒരു കൃഷിയിൽ നിന്നല്ല, നെല്ലല്ല, എല്ലാ കൃഷിക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ജോസ് സാർ. നമ്മുടെ ഇത് ഉപയോഗിച്ച പ്രിയപ്പെട്ട സണ്ണി സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം നോക്കാം. സണ്ണി സാറ് നമസ്കാരം. അതൊന്ന് കഴുത്തിൽ ഊരി. സണ്ണി സാറേ നമസ്കാരം. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ലിക്വിഡ് ബയോ ഫെർട്ടിലൈസർ സാർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഞാൻ ഈ ലിക്വിഡ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയ ശേഷം കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് താമസമാണ് ഉപയോഗിച്ചത്. ഈ വർഷം ആദ്യം മുതൽ തന്നെ ഉപയോഗിച്ചു. നിലം ഒരുക്കിയ സമയം മുതൽ നിലമുരുക്കി ആ സമയത്ത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ 10-15 ദിവസത്തിനുള്ളിൽ വീണ്ടും ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു 20 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിച്ചു. അങ്ങനെ ഒരു 6 നിർത്ത് കതിരായ ശേഷം വീണ്ടും കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 6 നിർത്തോളം ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്. NPK എല്ലാ മൂലകങ്ങളും ഉപയോഗിച്ചാണ്. അപ്പോൾ എനിക്ക് നല്ല കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നെല്ല് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു റിസൾട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് നല്ലതാണ്. കുറച്ചും കൂടെ നമുക്ക് ഒരു ജൈവ രീതിയിലേക്കുള്ള കൃഷിയും കൂടി ആയതുകൊണ്ട് നമുക്ക് വേറെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാരെല്ലാം നെൽകൃഷിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. മേനിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1400, 1300 കിൻഡോളം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊരു 1800, 1900 അതിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വിളവ് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ തൂക്കി നോക്കിയിട്ടില്ല, ഇനി അത് കൂടുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കൂടുണ്ടാകുന്നത്. അപ്പോൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന അത്രയാണ് ഞാൻ ഇതിനെപ്പറ്റി ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കർഷകരും ഇതിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാർഷിക മേഖലയിൽ എത്ര വർഷമായിട്ട്? ഞാൻ പരമ്പരാഗതമായിട്ട് ഒരു കർഷകൻ തന്നെയാണ്. കാരണം ഫാദർ കർഷകനായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു 25 വർഷത്തോളം നെൽകൃഷിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-12 വർഷമായിട്ട് സ്ഥിരമായിട്ട് നെൽകൃഷി ആയിട്ട് വെച്ചാൽ നെല്ലിൻ്റെ കൃഷി മേഖലയിൽ ഉപയോഗിക്കുന്നത് 12 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഉണ്ട്. ഇപ്പോൾ 15 വർഷത്തോളമായി. കാരണം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു കോൺട്രാക്ടറും കൂടിയാണ്. ഇവിടെ നമ്മുടെ പിന്നെ PW വർക്കുകളൊക്കെ എടുക്കുന്നു, അതുപോലെ LSCD വർക്കുകളൊക്കെ എടുക്കുന്ന ഒരു കോൺട്രാക്ടർ കൂടിയാണ്. അപ്പോൾ അതിന് ഒഴിവ് സമയങ്ങളിലാണ് ഈ കൃഷിയെ പറ്റി ഞാൻ നോക്കുന്നത്. അപ്പം എനിക്ക് കൃഷി നമുക്ക് ചില എല്ലാവരും ഉന്മേഷം തരുന്നു ഇതായതുകൊണ്ടാണ് ഇതിലേക്കും മാറി നിൽക്കുന്നത്. എല്ലാം ചിന്തകളെല്ലാം മാറി നല്ല രീതിയിൽ നമുക്കൊരു വിശ്രമ സമയമാണ് കിട്ടുന്നത്. ടെൻഷനൊക്കെ മാറ്റി ഒരു സമയം കിട്ടുന്നതുകൊണ്ടാണ് കൃഷിയിലേക്ക് കൂടെ ഇറങ്ങിയിരിക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് ഈ വളങ്ങളോട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ നമുക്ക് കാണുന്നില്ല. നമ്മുടെ നെല്ല് നമ്മൾ ഉപയോഗിക്കുന്ന ശേഷം നമ്മളെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അത് നല്ല രീതിയിൽ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വരുമല്ലോ. ആ ഒരു സന്തോഷം ഈ രംഗത്തുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇത് സാധാരണ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചത് 15 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ. അതെ, 15 ദിവസം കൂടുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് സണ്ണി സാർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ഒരു തോട്ടത്തിൽ, ഈ പാടത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി സാർ. കഴിഞ്ഞ 2 വർഷക്കാലമായി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നെഞ്ചോട് ചേർത്ത പ്രിയപ്പെട്ട ഒരു കർഷകൻ, കാർഷിക മേഖലയിൽ വളരെയധികം പ്രവർത്തന പാരമ്പര്യമുള്ള സണ്ണി സാറിനുള്ള നന്ദിയുടെ ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂടെ ഇന്നൊരു അതിഥി കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു റിട്ടയർഡ് കൃഷി ഓഫീസർ കൂടിയായ പപ്പേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, കാരണം അദ്ദേഹം നിരവധിയായിട്ടുള്ള തോട്ടങ്ങളൊക്കെ കണ്ട ഒരു വ്യക്തി കൂടിയാണ്.
അദ്ദേഹം എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പപ്പേട്ട നമസ്കാരം. നമസ്കാരം. നെറ്റ്വർക്കിന്റെ ഒരു വീഡിയോയിലേക്ക് ഏറെ സ്വാഗതം. അതോടൊപ്പം തന്നെ സാറിന്റെ ഒരു ഇതുവരെ കണ്ടതിൽ വെച്ചിട്ടുണ്ടായ ഈ ഒരു വിളവിനെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കർഷകരിലേക്ക്, കാരണം സാറിനെ പോലുള്ളവരാണ് കർഷകരിലേക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എത്തിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ സാറിന്റെ അനുഭവങ്ങൾ ഒന്ന് വിവരിച്ചാൽ വളരെയധികം ഉപകാരമായിരുന്നു. താങ്ക് യു. ജോസും ഞാനായിട്ടുള്ള ബന്ധം ഒരു 50 വർഷം മുമ്പേ ഉള്ളത്. ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അതിനുശേഷവും തുടർച്ചയായിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിലും ബന്ധപ്പെടുന്നവരാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ അദ്ദേഹം ഒരു 2 വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഞാൻ എപ്പോഴും വരുന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വർഷം മുമ്പ് ഈ നെറ്റ് സർഫിൻ്റെ വള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതലേ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു പരീക്ഷണം ഞാൻ നടത്തുന്നുണ്ട്, നമ്മുടെ തോട്ടത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ, അതിനുശേഷം നല്ലതാണെങ്കിൽ നമുക്ക് മറ്റുള്ള കർഷകർക്ക് കൂടി കൊടുക്കണം. ആ രീതിയിൽ എന്നോട് സംസാരിച്ചു. ഞാൻ ഇടയ്ക്കെല്ലാം തോട്ടത്തിൽ പോയി കാണാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് പോയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യത്യാസം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതും തമ്മിലുള്ള തോട്ടത്തിൽ അദ്ദേഹം തന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒടാക്കലിൽ നമ്മൾ പാടശേഖരത്തിലുള്ള സണ്ണി പാടശേഖരത്തിൻ്റെ സമിതിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം, ഇവിടെ നെൽകൃഷിയിൽ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്, 2 വർഷമായിട്ട് പരീക്ഷിക്കുന്നു. ഈ വർഷം വളരെ മാതൃകാപരമായി ചെയ്തിട്ടുണ്ട്. കമ്പനി നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല വിളവ് ഉണ്ടായിട്ടുണ്ട്, അതൊന്ന് കാണണം. അപ്പോൾ ആ ഒരു ആവേശത്തിലാണ് ഞാനും ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് നെൽകൃഷി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ കൃഷി ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതി മാത്രമല്ല, ഒരു 10-25 വർഷക്കാലം നെൽകൃഷി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് സ്വന്തം വയലിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് മറ്റുള്ള ചില ബുദ്ധിമുട്ട് കാരണം 3-4 വർഷമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഏതായാലും ഈ കണ്ട കാഴ്ചയിൽ വളരെ നല്ലൊരു വിളവാണിത് പ്രതീക്ഷിക്കുന്നത്. ഇത് കർഷകർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് ഇതിൻ്റെ പണിക്കൂലി താങ്ങാൻ കഴിയാത്തതാണ്. ഇപ്പോൾ നെൽകൃഷി മേഖലയിൽ നിന്ന് ആൾക്കാർ അകന്നു പോകാനുള്ള കാരണവും ഇതിൻ്റെ കൂലിച്ചെലവും ഇതിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് താങ്ങാനാവാത്തതാണ്. അപ്പോൾ രാസവളം പ്രയോഗിക്കാതെയും രാസകീടനാശിനി പ്രയോഗിക്കാതെയും നെൽകൃഷി മുന്നോട്ട് കൊണ്ടുപോവുക വളരെ പ്രയാസമാണെന്നുള്ള ഒരു ഘട്ടത്തിലാണ് നെറ്റ്സർഫിൻ്റെ ആൾക്കാർ ഈ പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതേതായാലും അതെല്ലാം ജൈവിക രീതിയിൽ തന്നെ ഉപയോഗിച്ച് ജൈവ കൃഷിയാക്കി ഉപയോഗപ്പെടുത്തി അതിൻ്റെ നല്ല റിസൾട്ട് വന്ന സ്ഥിതിക്ക് എനിക്കും അതൊരു നല്ല അഭിപ്രായമായിട്ട് പറയാനുള്ളത്. പരമാവധി കർഷകർ ഇത് ഉപയോഗപ്പെടുത്തണം, എന്നിട്ട് അവരുടെ കൃഷി മെച്ചപ്പെടുത്തണം, അവരുടെ കൃഷി ചെലവ് കുറച്ചു കൊണ്ടുവരണം, അതിൻ്റെ നേട്ടം അനുഭവിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും അത് സംഘടിപ്പിച്ച ജോസിനും സണ്ണിക്കും ഒക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. കാരണം ഒരു റിട്ടയർഡ് കൃഷി ഓഫീസറുടെ വാക്കുകളാണ് നമ്മുടെ കർഷകരിലേക്ക് എത്തിച്ചത്. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. കാരണം കാർഷിക മേഖലയിൽ 24 വർഷമായിട്ടുള്ള ഈ ഓർഗാനിക് വളങ്ങൾ കേരളത്തിലേക്ക് ഒരു 4 വർഷമായിട്ട് എത്തിയിട്ടുള്ളൂ. അപ്പൊ അത് കർഷകർ ഏറ്റെടുക്കുന്നു, അതിലൂടെ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും നിങ്ങളും ഇത് ഉപയോഗിക്കുക, ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളും പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ മലരുകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് നെറ്റ്സർഫ്.